എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏതാണ്ട് 45 മുതൽ 50% ആൾക്കാരെയും ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വളരെ സാധാരണയായ ഈ ഫാറ്റി ലിവർ നമ്മൾ കണ്ടെത്തുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. ഫാറ്റി ലിവർ കണ്ടെത്തുന്നവർ മറ്റ് ഒരു പുതിയ സ്കാനിങ് കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ആരൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഫൈബ്രോ സ്കാൻ എന്നാണ് അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ ഫൈബ്രോ സ്കാൻ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഒരു സ്കാനാണ്. അൾട്രാസൗണ്ട് സ്കാൻ പോലെ തന്നെ 10 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു സ്കാനിങ് ആണിത്. പല സ്കാനിങ് സെന്ററുകളിലും ഇന്ന് ഫൈബ്രോ സ്കാൻ ലഭ്യമാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കണ്ടെത്തുന്നവര് അത് പല സ്റ്റേജിലുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്. അങ്ങനെ 3-4 തരത്തിലുള്ള അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ഗ്രേഡ് തീരുമാനിക്കുന്നത്. അപ്പം ഇങ്ങനെ ഫാറ്റി ലിവർ കണ്ടെത്തുന്നവര് എന്തിനു വേണ്ടിയാണ് ഈ പുതിയ സ്കാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഈ പുതിയ സ്കാന് ഫാറ്റി ലിവർ ഉള്ളവരെല്ലാവരും ചെയ്യണോ? അത് ചെയ്താലുള്ള പ്രയോജനങ്ങൾ എന്ത് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഫാറ്റി ലിവർ കണ്ടെത്തുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കൂടിയാണ്. അതായത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ കരളിലെ കോശങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കരളിലെ കോശങ്ങൾക്കകത്ത് ഫാറ്റ്, കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് അത് പല ഗ്രേഡിലുണ്ട് എന്നും നമുക്കറിയാം. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു എന്ന് മാത്രമേ അൾട്രാസൗണ്ടിൽ കൂടി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ കരളിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് ഫൈബ്രോ സ്കാൻ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ആരൊക്കെയാണ് ഈ ഫൈബ്രോ സ്കാൻ ചെയ്യേണ്ടത് എന്ന് ആദ്യമായിട്ട് തന്നെ നോക്കാം. 40 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഫാറ്റി ലിവർ കണ്ടെത്തിയവരെല്ലാം ഈ ഫൈബ്രോ സ്കാൻ ചെയ്യണം. രണ്ടാമതായിട്ട് പ്രമേഹമുള്ളവർ ഇത് തീർച്ചയായിട്ടും ചെയ്യണം. പ്രമേഹമുള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഫാറ്റി ലിവർ ഉള്ളവർക്ക് പ്രമേഹവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ അവര് തീർച്ചയായിട്ടും ഈ ഫൈബ്രോ സ്കാൻ കൂടി ചെയ്തിരിക്കണം. പിന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്ന ഒരു കണ്ടീഷനുണ്ട്. അതുള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും ഈ ഫൈബ്രോ സ്കാൻ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് കരളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻസൈം സാധാരണ നിലവാരത്തെക്കാൾ കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരും ഫൈബ്രോ സ്കാൻ ചെയ്തിരിക്കണം. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ മറ്റെന്തെങ്കിലും രോഗാവസ്ഥകൾ കരളിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അറിയാനും നമ്മൾ ഫൈബ്രോ സ്കാൻ ചെയ്തിരിക്കണം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, അതായത് ആൽക്കഹോൾ. ഫാറ്റി ലിവർ ഉള്ളവര് ആൽക്കഹോൾ കഴിക്കുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഫൈബ്രോ സ്കാൻ ചെയ്തിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 10 മിനിറ്റ് മാത്രം സമയമെടുക്കുന്ന ഒരു സ്കാൻ പരിശോധനയാണിത്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു പ്രോബ് ഉപയോഗിച്ച് അതിൻ്റെ സൗണ്ട് ലിവറിൽ കൂടി എങ്ങനെയാണ് കടന്നു പോകുന്നത്, അത് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചാണ് കരളിൽ എന്തെങ്കിലും കേടുപറ്റിയിട്ടുണ്ടോ അല്ലെ അതിനകത്ത് ഫൈബ്രോസിസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിശ്ചയിക്കുന്നത്. അതൊരു സ്കോറിംഗ് ഉണ്ട് അതിനകത്ത്. F0-യും F1-ഉം ആണെങ്കിൽ നോർമലാണ്. F4 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫൈബ്രോസിസിനെ കാണിക്കുന്ന ഒരവസ്ഥയാണ്. കൂടുതൽ ഫൈബ്രോസിസ് ഉണ്ടായി കഴിയുമ്പോഴാണ് സിറോസിസ് എന്ന വളരെ ഗൗരവ സ്വഭാവമുള്ള കരൾ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ സിറോസിസ് ലേക്ക് ലിവർ കടക്കുന്നുണ്ടോ എന്നറിയുവാൻ, അല്ലെ ഫൈബ്രോസിസ് അതിനകത്ത് ഉണ്ടോ എന്നറിയുവാൻ, അല്ലെ ലിവറിന് കട്ടി കൂടുതലായിട്ടുണ്ടോ എന്നറിയുവാൻ ഈ ഫൈബ്രോ സ്കാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള, നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഫൈബ്രോ സ്കാൻ ചെയ്യണം. ഈ ഫാറ്റി ലിവർ ഉള്ള എല്ലാവരും അത് ചെയ്യണമെന്നില്ല. ഫാറ്റി ലിവർ ഗ്രേഡ് 2 മുതൽ മുകളിലോട്ടുള്ളവർ മാത്രം ഈ ഫൈബ്രോ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഈ ഫൈബ്രോ സ്കാൻ കൂടി ചെയ്ത് തങ്ങളുടെ ലിവർ നോർമൽ ആണോ, അതിന് എന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും 3-4 ടെസ്റ്റുകളാണ് ഫാറ്റി ലിവർ ഉള്ളവർ ചെയ്യേണ്ടിയിരിക്കുന്നത്. 1, ഞാൻ സൂചിപ്പിച്ച പോലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. 2, ഫൈബ്രോ സ്കാൻ ചെയ്യണം. 3, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അതായത് ലിവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടെത്താനുള്ള
പരിശോധനയായ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. നാലാമത് അവർക്ക് ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ ബ്ലഡ് ഷുഗർ നോക്കണം. കാരണം ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഡയബറ്റീസ് പെട്ടെന്നുണ്ടാകാം. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും ഫാറ്റി ലിവർ ഉണ്ടാകാം. അപ്പോൾ ഈ ഫൈബ്രോ സ്കാൻ ആർക്കൊക്കെ ചെയ്യണം, ഫൈബ്രോ സ്കാൻ ചെയ്തുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ത് എന്നതിനെ പറ്റി ഒരു അവബോധം നമുക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.